അപ്പം നോക്കൂ, സ്ത്രീധനം നിരോധിച്ചിട്ട് എത്ര കാലമായി? ഇപ്പോഴും പൂർണ്ണമായും ആ ഒരു സോഷ്യൽ എന്താണ് പറയേണ്ടത്, ഇങ്ങനെ ഒരു തിന്മയിൽ നിന്നും ഒരു മാറ്റം നമ്മുടെ നാടിനുണ്ടായി എന്ന് പറയാൻ പറ്റും. വിസ്മയുടെ സഹോദരൻ എന്നോട് പറഞ്ഞത് ഇനിയൊരു പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ്. പക്ഷെ അതുകൊണ്ട് സ്റ്റോപ്പായിട്ടില്ല, പിന്നെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട വേടൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്, അദ്ദേഹം പറയുന്ന ഒരു പാട്ടുകളിലൂടെ പറയുന്നതുണ്ട്, പെട്ടെന്ന് ഹൃദയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ പുതിയ തലമുറ ഈ ഒരു സാമൂഹിക തിന്മകൾക്കെതിരെ അതിശക്തമായി മുമ്പോട്ട് പോകണം. അപ്പം ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് വളരെ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ അശ്ലീലം പറഞ്ഞു തുടങ്ങാം. അപ്പം ഞാൻ കട്ട് ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു 1.5 ദിവസം ഇങ്ങനെ കോള് വരുവാണ്. ഞാൻ അന്ന് DGP ബെഹ്റ സാറിനെ പോയി കണ്ടു. പെട്ടെന്ന് അവർ ഉടൻ തന്നെ ട്രാക്ക് ചെയ്തപ്പോൾ ഒരു അശ്ലീല സൈറ്റിനകത്ത് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുകയാണ്, കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീയെ ദ്രോഹിക്കാൻ പറ്റുന്ന ഏറ്റവും ഹീനമായ മാർഗം സ്വീകരിച്ചു എന്നുള്ളതാണ്. ജീരകമുള്ളോ കരിങ്ങാരിയുള്ളോ എന്തോ ഞാൻ ആ നിറച്ചു വെച്ച കുപ്പിയിൽ കുടിക്കുന്ന ചിത്രം എടുത്തിട്ട് അത് മദ്യപിക്കുന്നു എന്ന നിലയിലേക്ക് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടന്നു. അപ്പം ഇത്രമാത്രം യുക്തിരഹിതമായിട്ടും അല്ലെങ്കിൽ എന്താണ് മനുഷ്യനെ തേജോവധം ചെയ്യുന്ന വിധത്തിലേക്കും പ്രചരണങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കലയാണ് സിനിമ എന്നുള്ളത്. സിനിമ വലിയ സ്വാധീനമാണ് അത് കാണുന്ന മനുഷ്യരുടെ ഉള്ളിൽ ചെലുത്തുന്നത്. എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ആരുടെ ആയാലും സമൂഹത്തിലുള്ള കാര്യങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് നല്ലതാണ് എന്ന ഒരു മെസ്സേജ് കൊടുക്കുമ്പോഴാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ചിന്തയാണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത്. ചിന്ത, നമസ്കാരം. പേര് തന്നെ വളരെ അർത്ഥമായിട്ടുള്ള ഒരു പേരാണ്. ഒരുപാട് ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ആ പേരിന് ചിന്തയ്ക്കുണ്ട്. ശരിക്കും ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിന്തയാ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം എന്താ? അങ്ങനെ ഒരു കാര്യമായിട്ടല്ലല്ലോ, ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരാറുണ്ടല്ലോ. എല്ലാരെയും പോലെയൊക്കെയുള്ള ചിന്തകൾ തന്നെ. അങ്ങനെ പെർട്ടിക്കുലറായി ഒരു കാര്യം ചിന്തിക്കണം അങ്ങനെ തീരുമാനിച്ചിരുന്ന് ചിന്തിക്കാറില്ല. PhD-യുടെ പേപ്പർ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ആ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ നിന്നൊരു ചോദ്യം, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങൾ, ഇപ്പം നല്ലതാവാം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിലൂടെ സാധിക്കും എന്ന് പറയുന്നത് ശരിയായിട്ടാണോ, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണോ ചിന്തയുടെ ഒരു അഭിപ്രായം? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കലയാണ് സിനിമ എന്നുള്ളത്. സിനിമ വലിയ സ്വാധീനമാണ് അത് കാണുന്ന മനുഷ്യരുടെ ഉള്ളിൽ ചെലുത്തുന്നത്. എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ആരുടെ ആയാലും. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ദൗത്യം എന്താകണം എന്നുള്ളൊരു ഡിസ്കോഴ്സ് കുറേ കാലങ്ങൾ, സിനിമയുടെ എന്നല്ല കലയുടെ തന്നെ ഒരു ദൗത്യം എന്താകണം, ദീർഘകാലമായിട്ടുള്ളൊരു ഡിസ്കഷനാണ്. ആർട്ട് ഫോർ ആർട്ട് സേക്ക് ആണോ, ആർട്ട് ഫോർ ലൈഫ് സേക്ക് ആണോ? ഒരു കലയ്ക്ക് സാമൂഹിക പ്രതിബദ്ധത ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കല എപ്പോഴും നിലനിൽക്കുന്ന സംഭവങ്ങളെ വളരെ നല്ല വിധത്തിൽ പ്രതിഫലിപ്പിക്കുകയും അതിനൊരു സാമൂഹിക പരിവർത്തനത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ചുണ്ട്. അത് ഇപ്പം പുതിയ കാലഘട്ടത്തിലെ സിനിമകളിൽ അത്തരം ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ പലപ്പോഴും നമുക്കൊരു വ്യത്യസ്ത അഭിപ്രായം വരുന്നത് ചില തെറ്റായ കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം സിനിമയെ വളരെ ആഴത്തിൽ അത് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനത്തിൽ വീഴുന്ന മനുഷ്യർക്കുള്ളിലേക്ക് ഈ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അതായത് തിന്മ ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം കലാകാരന്മാർ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ്. തുറന്നു പറഞ്ഞാൽ ലഹരി പോലെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ യൂത്തിനെ ഈ പറഞ്ഞ പോലെ നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണോ? ലഹരി ഒരു കാര്യമാണ്, അതേപോലെ തന്നെ സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്നത് ഒരു ഹീറോയിസമായി കാണിക്കുക, അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരെ, ഇപ്പൊ ദളിതായാലും ട്രാൻസ് ആയാലും അവർ അത്തരം ഒരു വിഭാഗത്തിനെ മോശമായി ചിത്രീകരിക്കുക. അപ്പം സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം സിനിമയിൽ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല.
കാരണം പലരും ചോദിക്കാറുണ്ട്, ഇത് സമൂഹത്തിലുള്ളതല്ലേ, അതല്ലേ ഞങ്ങൾ സിനിമയിൽ കാണിക്കുന്നത്, ലഹരിയുടെ ഉപയോഗം സമൂഹത്തിലുണ്ട്, അത് സിനിമയിൽ കാണിക്കുന്നു, അതിന് നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, സമൂഹത്തിലുള്ള കാര്യങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് നല്ലതാണ് എന്ന ഒരു മെസ്സേജ് കൊടുക്കുമ്പോഴാണ്. അതായത് ലഹരി ഉപയോഗിക്കുന്നത് ഒരു ഹീറോയിസത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടും, അയാളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, അയാൾക്കൊരു പവർ ഉണ്ട് എന്നൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആ മെസ്സേജ് എങ്ങനെയാണ് പുതിയ തലമുറയെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ ആ ഒരു ഉത്തരവാദിത്തം കലാകാരന്മാർ ഏറ്റെടുക്കണം. സോഷ്യലി നിലനിൽക്കുന്ന കാര്യങ്ങൾ ഉറപ്പായും സിനിമയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം, പ്രതിഫലിപ്പിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അതിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അതൊരു ബാഡ് ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാകും. അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്, അതിന് താഴെ 2 വരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകളെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യപ്പെട്ടത് ആദ്യം ഒരു അറിയിപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം മതിയാകും? അല്ല, അത്തരം സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്സ് എല്ലാം നമ്മുടെ സെൻസർ ബോർഡിൻ്റെയും അതുപോലെ തന്നെ നിയമപരമായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത്, ഏറ്റവും അധികം സോഷ്യൽ റിഫോമിന് വേണ്ടി ഇടപെടാൻ കഴിയുന്നത് കലാകാരന്മാർക്കാണ്. ലോകത്തുള്ള മാറ്റങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ഒക്കെ കലാകാരന്മാർ ചെലുത്തിയിട്ടുള്ള സ്വാധീനം. അപ്പം യുദ്ധങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലായാലും എല്ലാം ആ നാട്ടിലെ കവികളും എഴുത്തുകാരും എല്ലാമാണ് അതിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത്. അപ്പം എന്ത് സാമൂഹിക തിന്മയുണ്ടായാലും ആ തിന്മയ്ക്കെതിരെ വളരെ ശക്തമായി മനുഷ്യരുടെ മനസ്സിൽ ആഴത്തിൽ അതിനെതിരെ ഒരു വികാരം പതിപ്പിക്കാൻ കഴിയുന്നത് ഒബ്വിയസ്ലി കലാകാരന്മാർക്കാണ്. അപ്പൊ ആ ഉത്തരവാദിത്തം കലാകാരന്മാർ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പല മാറ്റങ്ങൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ലോക നിലവാരത്തിലുള്ള ചിന്തകൾ, ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിന്തകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള പുതിയ തലമുറയുടെ മാറ്റങ്ങളെ ശരിക്കും CPM എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു CPIM വളരെ തുറന്ന മനസ്സോടുകൂടി അത്തരം കാര്യങ്ങൾക്കകത്ത് ഒരു നല്ല വളരെ ആഴത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ളൊരു ഓപ്പണായി ഇത്തരം വിഷയങ്ങളെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പം ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. സർക്കാർ മേഖലയിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിൽ കിട്ടുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന DYFL-ലാണ്. ഇപ്പം DYFL തന്നെ നമുക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന കമ്മിറ്റി ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് ഒരു ട്രാൻസ്ജെൻഡർ പ്രതിനിധി അംഗമാണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ തന്നെ ശ്യാമ എസ് പ്രഭ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ്, അവരിപ്പോൾ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യാണ്. ഞാൻ യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഞാനൊരു അദാലത്ത് സംഘടിപ്പിച്ചു ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി മാത്രം. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ LGBTQ++ എല്ലാ ആളുകൾക്കും വേണ്ടി, അങ്ങനെ അരികുവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടി. അപ്പൊ ആ അദാലത്തിൽ വലിയ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അപ്പം രഞ്ജിമാർ, അവരുമായിട്ട് എനിക്ക് പേഴ്സണലി നല്ല കണക്ഷൻ ഉണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ഇപ്പം ഈ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരു ഫസ്റ്റ് 5 പേരെ എടുത്താൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടാണ് വിജയരാജ മല്ലിക. അവർ എഴുത്തിന്റെ മേഖലയിലാണ്, നിരവധി അവാർഡുകളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ശീതൽ ശ്യാം, ഒരുപാട് യോഗങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിസിബിലിറ്റി നമ്മൾ പറയുന്ന LGBTQ++ വിഭാഗത്തിന് കിട്ടിയത് തീർച്ചയായും പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. നമ്മൾ അതിന് സ്വീകരിച്ച ഒരുപാട് നടപടികളുണ്ട്. ഇപ്പൊ കൊച്ചി മെട്രോയിൽ ഉൾപ്പെടെ ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിൽ കൊടുക്കുന്നതായി എടുത്ത തീരുമാനം, അത് പിന്നെ തുടർന്നു പോകാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ താമസവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പൂർണ്ണമായും അതിജീവിക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങളെടുക്കും. ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് സ്വിച്ചിട്ടെടുത്തതുപോലെ ഒരു മാറ്റം ഉണ്ടാവില്ല. എല്ലാ സാമൂഹ്യ തിന്മകളും അങ്ങനെയാണ്. ഇപ്പൊ നോക്കൂ, സ്ത്രീധനം നിരോധിച്ചിട്ട് എത്ര കാലമായി, ഇപ്പോഴും പൂർണ്ണമായും ആ ഒരു സോഷ്യൽ എന്താണ് പറയണ്ടത്, ഇങ്ങനെ ഒരു തിന്മയിൽ നിന്നും ഒരു മാറ്റം നമ്മുടെ നാടിനുണ്ടായി എന്ന് പറയാൻ പറ്റൂ? അത് പറ്റില്ല. ഇപ്പം കൊല്ലത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ തന്നെ മനസ്സിലുള്ള വേദനയാണ്, വിസ്മയും ഉത്രയും എല്ലാം. ഞാൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഞാൻ ആ വീടുകളിലെല്ലാം പോയിട്ടുണ്ട്.
വിസ്മയുടെ സഹോദരൻ എന്നോട് പറഞ്ഞത് ഇനി ഒരു പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ്. പക്ഷെ അതുകൊണ്ട് സ്റ്റോപ്പായിട്ടില്ല, പിന്നെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു നിയമം കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ടോ നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. നിരന്തരമായ ബോധവൽക്കരണം വേണം. ആ നിരന്തരമായ ബോധവൽക്കരണം സമൂഹത്തിനകത്ത് നടപ്പിലാക്കാൻ സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, യുവജന സംഘടനകൾ, മീഡിയ, എല്ലാവരും, കലാകാരന്മാർ എല്ലാവരും ഇടപെടണം. അതാണ് ഞാൻ പൊന്മാനെ കുറിച്ച് പറയുന്നത്. ആ സിനിമ കൊടുത്തൊരു സന്ദേശം വളരെ വലുതാണ്. അതുപോലത്തെ ചിത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരട്ടെ. അതുപോലെ ആര്യദയാലിന്റെ പുതിയ മ്യൂസിക് എല്ലാം ഉണ്ട്, പാട്ടുകളുണ്ട്. അതിൽ പറയുന്നൊരു സന്ദേശമുണ്ട്. അത് യൂത്തിന് വളരെയധികം ക്യാച്ച് ചെയ്യപ്പെടുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട വേടന്റെ പൊളിറ്റിക്സ് ഉണ്ട്, അദ്ദേഹം പറയുന്ന ഒരു പാട്ടുകളിലൂടെ പറയുന്നതുണ്ട്, പെട്ടെന്ന് ഹൃദയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാൽ പുതിയ തലമുറ ഈ ഒരു സാമൂഹിക തിന്മകൾക്കെതിരെ അതിശക്തമായി മുമ്പോട്ട് പോകണം. നമ്മൾ യുവജനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതില് ഇപ്പോ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാര് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ, ഞാൻ പല വീഡിയോസ് കാണുമ്പോഴും കാണുന്ന ഒരു കാര്യം, എനിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള ഒരു വർത്താനം. അതിൽ പോലും രാഷ്ട്രീയമാണെന്നാണ് പറയാറുള്ളത്, അതും അവരുടെ രാഷ്ട്രീയമാണെന്നാണ് പറയാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള രീതി, ആ ഒരു കാഴ്ചപ്പാടിനെ ഒരു യുവജന നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വപ്പെട്ട കസേരയിൽ ഇരുന്ന ആളെന്ന നിലയിൽ എന്താണ് ചിന്തയുടെ ഒരു അഭിപ്രായം? അല്ലെങ്കിൽ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചിന്തയുടെ ഒരു ഐഡിയോളജി എന്താണ് ശരിക്കും? നത്തിങ് ഈസ് പേഴ്സണൽ എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം എല്ലാത്തിലും ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ എടുക്കുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു, ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് ഒരു കമന്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതെല്ലാം പൊളിറ്റിക്കലാണ്. അപ്പം പുതിയ തലമുറ അങ്ങനെ ഒരു സോഷ്യലി അവർ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ അവർ പൊളിറ്റിക്കലി ഇൻവോൾവ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് വളരെ അവരുടേതായ നിലയിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ ഇടപെടുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങളുടെ കാലമായിരുന്നു ഏറ്റവും നല്ലത് എന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രായമായി തുടങ്ങി എന്നാണ്. ഞാൻ വായിച്ചതാ. അപ്പം നമ്മളെപ്പോഴും പുതിയ തലമുറ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ കുറവുണ്ട് എന്ന് കാണേണ്ടതില്ല. കാരണം പുതിയ തലമുറയുടേതായ രീതിയിൽ വിഷയങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പൊ യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിസ്മയകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രളയം ആ ഘട്ടത്തിലാണ്. എന്ത് ഇനിഷ്യേറ്റീവാണ് ആ സമയത്ത് കേരളത്തിലെ യൂത്ത് എടുത്തത്. പാക്കിംഗ് പോയിന്റുകളിലേക്ക്, കളക്ഷൻ പോയിന്റുകളിലേക്കൊക്കെ ചെറുപ്പക്കാരിങ്ങനെ ഇരച്ചു വരുന്ന ഒരു അനുഭവമായിരുന്നു. ഒരു SMS-ലൂടെയെങ്കിലും പ്രളയ രക്ഷാപ്രവർത്തനത്തിനകത്ത് ഇടപെടാത്ത ഒരു ചെറുപ്പക്കാരിയോ പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു ചെറുതായ ഒരു ഇടപെടലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് ഞങ്ങളൊരു സാമൂഹിക സന്നദ്ധ സേന തുടങ്ങി. യൂത്ത് കമ്മീഷൻ എല്ലാം അതിന്റെ നേതൃത്വമായി നിന്നു. അന്ന് ശ്രീ ടൊവിനോ ഉൾപ്പെടെ, ബേസിൽ ഉൾപ്പെടെ, ഐശ്വര്യ ലക്ഷ്മി ഉൾപ്പെടെ, CK വിനീത്, അതുപോലെ തന്നെ പല മേഖലയിൽ നിന്നുള്ള ആളുകൾ, ബിസിനസ് പേഴ്സൺസ് ഉണ്ട്, ഒരുപാട് പേരെല്ലാം അതിന്റെ ഭാഗമായി ഇടപെട്ടു. അതില് രജിസ്ട്രേഷൻ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ചെറുപ്പം മുഴുവൻ അതിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണ്. കാരണം ഞങ്ങൾക്ക് സാമൂഹിക സന്നദ്ധ പ്രവർത്തനത്തിന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പം വരുന്നതാ കണ്ടത്. അതുപോലെ തന്നെയാണ് കരിപ്പൂർ വിമാനാപകടം ഉണ്ടായത്. ഈ കോവിഡ് കത്തി നിൽക്കുന്ന സമയത്താണ്. അപ്പൊ ആ വരുന്നത് വിദേശത്തു നിന്നുള്ള ഫ്ലൈറ്റ് ആണ്. ഉറപ്പായും ആ വരുന്ന പാസഞ്ചേഴ്സിന് കോവിഡ് ബാധിതരാവാം. പക്ഷെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായെന്നറിഞ്ഞപ്പോൾ മലപ്പുറത്തെ യൂത്ത് ഓടി വന്ന് അതിനകത്ത് ഇടപെട്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ലോക മാധ്യമങ്ങൾ തന്നെ അതെല്ലാം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെ എല്ലാം നാം കാണുന്നത് ഒരു പ്രതിസന്ധി വന്നാൽ സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നവരല്ല ഇപ്പോഴത്തെ ചെറുപ്പം. ഇപ്പോഴത്തെ ചെറുപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്നവരാണ്. പക്ഷെ അവര് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു ഇടങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൂടുതൽ നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇപ്പം ജാതിക്കെതിരെ സംസാരിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ലിംഗ ചിന്തയെക്കുറിച്ച്, ഇപ്പം സ്ത്രീ പുരുഷ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന കാര്യത്തിലൊക്കെ പുതിയ തലമുറ എത്രമാത്രം ഇഫക്റ്റീവായിട്ടാണ് ഇടപെടുന്നത്. അങ്ങനെയുള്ള വിവേചനങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ പല ജെൻസി വാക്കുകളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം പുതിയ ടേംസ് എല്ലാം വരികയാണ്. അപ്പൊ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവാത്തത് പോലെ തന്നെയാണ് അവരുടെ ചിന്തകളും നമുക്ക് മനസ്സിലാവാത്തത്.
അപ്പൊ അതിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളുണ്ട്, പുരോഗമന നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന തലമുറ തന്നെയാണ് പുതിയ തലമുറ. ആ രൂപത്തിൽ വലിയ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷവും എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമുള്ള നേതാക്കന്മാരാണ്. ഒരുപക്ഷെ അതിനു മുമ്പ് ഈ ഒരു വലിയ വിമർശനങ്ങൾ ഉണ്ടാവാം, നിയമസഭയിലുണ്ടാവാം, പത്രത്തിലുണ്ടാവാം, TV-യിലുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ഒരു വിഭാഗവും കൂടി വിമർശനങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ, അക്രമങ്ങൾ ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതി വിഷയത്തിലൂടെയാണ് ഇപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചിന്ത എന്ന് പറയുന്ന ഒരാളെ ഏത് വിഷയം എടുത്താലും ഒരു വിഭാഗം ആളുകൾ ഇരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ട്രോളുകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഈ വരുന്ന ചിന്ത നേരിടുന്ന ട്രോളുകളെ ചിന്ത എങ്ങനെയാണ് നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ചിന്തയുടെ നിലപാടെന്താണ്? ഞാൻ ഈ ഇടയ്ക്കൊരു തിയറി വായിച്ചു, ലെറ്റ് ദം തിയറി എന്നാണ് അതിനെ പറയുന്നത്. ലെറ്റ് ദം ഡു ഇറ്റ്, അവരത് ചെയ്യട്ടെ. കാരണം അവർക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ ഈ ഭൂമിയും ഈ സോഷ്യൽ മീഡിയയിലെ ആ സ്പേസും എല്ലാം. അപ്പം ഒരടിസ്ഥാനവും ഇല്ലാത്ത കള്ളപ്രചരണങ്ങൾ നടത്തുക. അപ്പം ഇത് പോസ്റ്റ് ട്രൂത്തിന്റെ കാലമാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാനായി കള്ളപ്രചരണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയല്ലോ. അപ്പം പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന വാക്ക് സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ശരി ഏത് കള്ളം ഏത് എന്നറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാൻ ഇവിടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അപ്പം വേദി ഓർക്കണം, CPIM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനമാണ്. അപ്പൊ അവിടെ വേദിയിൽ ഇങ്ങനെ ഒരുപാട് കുടിക്കാനായിട്ടുള്ള കുപ്പികളുണ്ട്. അതിൽ നിന്നും ജീരകവെള്ളോ കരിങ്ങാരിവെള്ളോ എന്തോ ഞാൻ ആ നിറച്ചു വെച്ച കുപ്പിയിൽ കുടിക്കുന്ന ചിത്രം എടുത്തിട്ട് അത് മദ്യപിക്കുന്നു എന്ന നിലയിലേക്ക് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടന്നു. അപ്പം ഇത്രമാത്രം യുക്തിരഹിതമായിട്ടും അല്ലെങ്കിൽ എന്താണ് മനുഷ്യനെ തേജോവധം ചെയ്യുന്ന വിധത്തിലേക്കും പ്രചരണങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. അതാണ് കൂടുതൽ എന്ന് ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയയുടേതായ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവരുടെ അടുത്ത് എന്താ നമ്മൾ പറയാ? അതാ ഞാൻ പറഞ്ഞ ഈ ലെറ്റ് ദം ഡു ഇറ്റ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു പാസീവായി എന്തും ആയിക്കോട്ടെ എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. അവരിങ്ങനെ പറയുന്നതിനനുസരിച്ച് നമ്മുടെ എനർജി നമ്മൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളയേണ്ടതില്ല. ആ ട്രോളുകളോ അല്ലെങ്കിൽ അപവാദ പ്രചരണങ്ങളോ ഒന്നും നമ്മളെ തെല്ലും ബാധിക്കേണ്ടതില്ല. നമ്മളുടെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമായി സമയം സ്പെൻഡ് ചെയ്യുക, നമ്മുടെ ഒരു മേഖല, നമ്മുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ സജീവമാകുക എന്നുള്ളതാണ്. അപ്പം ഇവർ കുറെ നാൾ ഇങ്ങനെ പ്രചരണം എല്ലാം നടത്തി ഒടുവിൽ സത്യം സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോ മനുഷ്യരും ഒരു കമന്റ് ഇടുമ്പോൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു സ്വഭാവമാണ് ഇതിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. ചിലരൊക്കെ സ്ത്രീവിരുദ്ധമായിട്ടൊക്കെയുള്ള കമന്റ് ഇടും. സ്ത്രീവിരുദ്ധം നല്ല മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ വിളിക്കാമോ എന്ന് നമുക്ക് തോന്നും. അപ്പം അവരെന്നെ നമ്മൾ കാണേണ്ടത് നമ്മളായിട്ട്, നമ്മുടെ ഒരു മിറർ ഇമേജിലാണല്ലോ നമ്മൾ മറ്റുള്ളവരെ കാണേണ്ടത്. അപ്പം അവരുടെ ഒരു സ്വഭാവത്തിന്റെ സവിശേഷതയാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവർ ചെയ്യട്ടെ എന്നുള്ള നിലയിൽ അതിനെ നെഗ്ലക്ട് ചെയ്യുക. പക്ഷെ തിരുത്തേണ്ട കാര്യങ്ങൾ, വളരെ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ തിരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സത്യസന്ധമായി ഇടുന്ന വിമർശനങ്ങൾ വന്നാൽ ഞാൻ അതിനെല്ലാം ഉൾക്കൊള്ളും. ഞാൻ പരിശോധിക്കും, ഞാൻ തിരുത്തേണ്ടതുണ്ടോ. അവൻ എത്രയോ തിരുത്തിയ അനുഭവങ്ങളുണ്ട്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വനിതാ നേതാവ് കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ രാഷ്ട്രീയത്തിൽ ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ ശരിക്കും നമ്മൾ എത്രത്തോളം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഒരു പുരുഷാധിപത്യമുള്ള ഒരു സമൂഹമാണ് 100%. അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ഒരു വനിതയ്ക്ക് കടന്നു വരിക, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ അവരിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക, ഒരു വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുക, എത്രത്തോളം പാടാണ് ശരിക്കും? അല്ല, എനിക്ക് തോന്നി, ഞാൻ എൻ്റെ അനുഭവം പറയാണ്, വളരെ എനിക്ക് വെല്ലുവിളിയേക്കാൾ കൂടുതൽ വളരെ അവസരങ്ങളാണ് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കിട്ടിയത്. കാരണം SFIയിലും DYFIയിലായാലും പാർട്ടിയിലായാലും എനിക്കൊപ്പം പ്രവർത്തിച്ച പുരുഷ സഖാക്കൾ, എന്നോടൊപ്പം കഴിവോ എന്നേക്കാൾ കൂടുതൽ കഴിവുള്ളതോ ആയിട്ടുള്ള പുരുഷ സഖാക്കൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ അവസരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അത് ലെഫ്റ്റ് ഐഡിയോളജി ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമാണ്. ഇപ്പൊ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞാൻ വരുന്ന പ്രായം വളരെ ചെറിയ പ്രായമാണ്. കാരണം സഹ കൊടിയേരിയും സഹ പിണറായിയും ഒക്കെ അംഗമായിരിക്കുന്ന അതേ കമ്മിറ്റിയിൽ ഒപ്പം ഇരുന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ അവസരം എനിക്ക് കിട്ടി. കാരണം അത് പാർട്ടി സ്വീകരിച്ചൊരു ലൈനാണ്, 40 വയസ്സിന് താഴെയുള്ള യുവജനങ്ങളെയും സ്ത്രീകളെയും ഇതുപോലെയുള്ള പ്രധാന കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പം എനിക്ക് പേഴ്സണലി കണ്ടാൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് കൂടുതൽ അവസരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്.
പക്ഷെ നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഒരു പുരുഷ മേധാവിത്വ സമൂഹം തന്നെയാണ്. പുരുഷ മേധാവിത്വത്തിൻ്റെതും ഫ്യൂഡലിസത്തിൻ്റെതുമായിട്ടുള്ള ഒരുപാട് വേരുകൾ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു സമൂഹമാണ്. അതിനകത്ത് വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരണം. അതും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഓരോ ദിവസവും നമ്മൾ അതിനുവേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം സ്ത്രീ എന്നുള്ളതിനെ നമ്മളെ ആക്രമിക്കാൻ പല മാർഗങ്ങളും പലരും സ്വീകരിക്കും. എനിക്കൊരു ദിവസം ഒരു ഉച്ചയ്ക്ക് എൻ്റെ ഫോണിലേക്ക് നെറ്റ് നമ്പറിൽ നിന്ന് കോള് വരിക. അപ്പം ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് വളരെ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ അശ്ലീലം പറഞ്ഞു തുടങ്ങുക. അപ്പം ഞാൻ കട്ട് ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു 1.5 ദിവസം ഇങ്ങനെ കോള് വരുവാണ്. ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ സൈലന്റ് ആക്കാറില്ല, കാരണം കോള് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരിക, നമുക്ക് ആരാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വരുന്നതൊക്കെ വിദേശ നമ്പറുകളാണ്, അതും നെറ്റ് കോളാണ്. അപ്പൊ എടുക്കുന്നു. അപ്പൊ ഞാൻ ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ വളരെ അവരുടെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ അസ്വസ്ഥമാവും. കുറച്ച് ഫോണൊക്കെ അന്ന് യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് എൻ്റെ കൂടെ ഡ്രൈവറുണ്ട്. അപ്പം അരുണ് കുറച്ച് ഫോൺ എടുത്തു. പിന്നെ ഞാൻ ആകെ അസ്വസ്ഥമായി. ഇപ്പൊ നമ്മള് പറയുമ്പോ ഉണ്ടാകുന്നൊരു ഫീൽ അല്ല അത്, നമ്മളങ്ങ് ഡിസ്റ്റർബ്ഡ് ആവുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതും ഇതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഓരോ 2 മിനിറ്റ് ഇടവിട്ടെന്ന് പറഞ്ഞാൽ കോൾ വെയിറ്റിങ്ങുകൾ വരികയാണ്, ഇത്രയും കോളുകൾ വരികയാണ്. അപ്പോൾ ഞാൻ അന്ന് DGP ബെഹ്റ സാറിനെ പോയി കണ്ടു. ബെഹ്റ സാർ അത് ശ്രീജിത്ത് സാറിന് കൊടുത്തു. പെട്ടെന്ന് അവര് ഉടൻ തന്നെ ട്രാക്ക് ചെയ്തപ്പോൾ ഒരു അശ്ലീല സൈറ്റിനകത്ത് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുകയാണ്, കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഈ ട്രെയിനിനകത്ത് മൂത്രപ്പുരയിൽ ഫോൺ നമ്പർ എഴുതി വെക്കുന്ന പോലെ. പക്ഷെ എന്തായാലും ഒരു പരാതി കൊടുത്തൊരു 1.5 മണിക്കൂർ കൊണ്ട് ഈ ഫോൺ വിളികൾ നിലച്ചു. മമ്മി ഭയങ്കര പ്രയാസമായി. മമ്മി പറഞ്ഞു ഈ നമ്പർ മാറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ നമ്പർ എങ്ങനെ മാറ്റാൻ, എല്ലാവരുടെയും കയ്യിലുള്ള നമ്പർ അല്ലേ. അപ്പൊ ആകെ അസ്വസ്ഥമായി ഞങ്ങള്. പക്ഷെ പോലീസ് അതിൽ ഇടപെട്ടു. അതുമായി ബന്ധപ്പെട്ട് വിദേശത്താണെങ്കിലും ഫേസ്ബുക്കിന്റെ അടുത്തൊക്കെ അനുമതിയെല്ലാം മേടിച്ച് കുറച്ചു പേരെയൊക്കെ അതുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാനൊക്കെ സാധിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് അങ്ങനെ എന്റെ നമ്പർ അതിലേക്ക് കൊടുക്കാനുള്ള പ്രചോദനം, കൊടുത്ത ആളുടെ പ്രചോദനം എന്താണ്, അത് നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പം അവരുടെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പാട്, ഇപ്പം രാഷ്ട്രീയമായ അന്ധമായ വൈരാഗ്യം, അല്ലാതെ വ്യക്തിപരമായ അയാൾ ഞാൻ തമ്മിൽ ഒരു പ്രശ്നമില്ല, അറിയ പോലും ഇല്ല. പക്ഷെ അയാൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീയെ ദ്രോഹിക്കാൻ പറ്റുന്ന ഏറ്റവും ഹീനമായ മാർഗം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ രീതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഒരു പൊതുരംഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഇതുപോലെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കരുത്തോടു കൂടി നിൽക്കുക. അപ്പം ഞാൻ ആ സമയത്ത് ആലോചിച്ച്, എനിക്കാണെങ്കിൽ പെട്ടെന്ന് പോയി പറയാനായിട്ട് പാർട്ടിയിലെ നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ പോലീസിന്റെ അടുത്ത് പോകാൻ പറ്റുന്നുണ്ട്, അതിന്റെ ഒരു പ്രിവിലേജ് എനിക്കുണ്ട്. പക്ഷെ ആ പ്രിവിലേജ് ഒരുപക്ഷെ ഇല്ലാതിരിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ എന്താവും സ്ഥിതി? അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് പുതിയതായി കടന്നു വരുന്നൊരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു തളർച്ച എത്രമാത്രമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്, വളരെ ഗുരുതരമായ വിഷയമാണ്. അത് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് അതിനെ ബോൾഡായി നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ഇതും ഇതിൻ്റെ അപ്പുറവും എല്ലാം വരും. ഇപ്പം ഷൈൻ ടീച്ചറിനെ ഞാൻ ഈ ദിവസങ്ങളിൽ വിളിച്ചിരുന്നു. ഷൈൻ ടീച്ചറിനെതിരെയൊക്കെ വലിയ അപവാദ പ്രചരണങ്ങളല്ലേ നടന്നത്. അപ്പം ടീച്ചർ അത് വളരെ ചിരിച്ചുകൊണ്ട് നേരിട്ടു. അപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ ചിരിച്ചുകൊണ്ട് നേരിടുകയും നിയമപരമായി സ്ട്രോങ് ആയി പോവുകയും ചെയ്താൽ നമുക്ക് നന്നായി. നമുക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഈ മണ്ണ്, ആർക്കും തീരെഴുതി കൊടുത്തിട്ടുള്ളതല്ലല്ലോ. ഈ നാട്ടിൽ ജനിച്ച നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്, അഭിപ്രായം പറയാൻ അവകാശമുണ്ട്, ഇഷ്ടമുള്ള പാർട്ടി വിശ്വസിക്കാൻ അവകാശമുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള സിനിമ കാണാം. അപ്പൊ ഇതിനൊക്കെ എന്താണ് റെസ്ട്രിക്ഷൻസ് വയ്ക്കുകയും അതിന്റെ പേരിൽ നമ്മളെ ഒരു സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ എന്താ പറയണ്ട നമ്മളെ അങ്ങ് ഇല്ലാതാക്കാനും ശ്രമിച്ചാൽ അത് സ്ട്രോങ് ആയി ബോൾഡായി നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ, രാഷ്ട്രീയത്തിൽ സജീവമാകട്ടെ. പ്രതീക്ഷിച്ചതുപോലെ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ചേർന്ന് നിയമസഭയിലും ലോകസഭയിലും ഒക്കെ പ്രാതിനിധ്യത്തിന് ശ്രമിക്കട്ടെ. നല്ല മികച്ച മന്ത്രിമാരെ തന്ന പാർട്ടി കൂടിയാണ് LDF അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത്. അതുപോലെ മികച്ചൊരു മന്ത്രിയാവാൻ സാധിക്കട്ടെ, നല്ല വകുപ്പുകൾ കിട്ടട്ടെ, ഒരു രാഷ്ട്രീയ ഭാവി ആശംസിക്കുന്നു.
നന്ദി, നമസ്കാരം. എപ്പോഴായാലും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ഇത്രയും നാളും അതുപോലെ തന്നെ പോകാൻ കഴിഞ്ഞു. ഇനിയും അതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക. അതിൽ ഏതെങ്കിലും ശരിക്കും ഇതൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഈ ചുമതല നിർവഹിക്കൂ, ഈ ചുമതല നിർവഹിക്കൂ എന്നുള്ളത്. അപ്പൊ ഏത് ഉത്തരവാദിത്തമാണോ പാർട്ടി വരുന്നത് അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ബാക്കിയൊക്കെ ഓരോ ഘട്ടത്തിലും പാർട്ടി സ്വീകരിക്കുന്ന നിലപാടാണ്. എന്തായാലും കുറച്ചധികം നേരം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ കഴിഞ്ഞു. സന്തോഷം. ഓക്കെ, ബൈ. Inji, my meal partner.